Hello all, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 11ലെ ചാപ്റ്റർ 10 ആണ്, സ്ട്രെയിറ്റ് ലൈൻസ്. നല്ല ഈസി ചാപ്റ്റർ ആണ്, കുറേ ഇക്വേഷൻസ് ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യണത് അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ഫസ്റ്റ് തന്നെ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ വേഗം ഒന്ന് ഓർത്തെടുക്കാം. അതിലത്തെ ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ ഞാനൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, ഇതാണ് നമ്മുടെ ഒറിജിൻ. ഈ കാർട്ടീഷ്യൻ പ്ലെയിനിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് പി ആൻഡ് ക്യൂ. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് പി ഇസ് x1 y1, കോർഡിനേറ്റ് ഓഫ് ക്യൂ ഇസ് x2 y2. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്പം അതിനെ നമ്മൾ പി ക്യൂ എന്ന് വിളിക്കും. പി ക്യൂ. അപ്പോൾ പി ക്യൂ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? ദറ്റ് ഇസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുള്ളത്, അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പി എന്ന് പറഞ്ഞ പോയിന്റ് 6 മൈനസ് 4 ആണ്, ക്യൂ ഇസ് 30. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്തായിരിക്കും? ദറ്റ് ഇസ് പി ക്യൂ ഈക്വൽസ് റൂട്ട് ഓഫ് x2 മൈനസ് x1. ഇതാണ് നമ്മുടെ x2, അല്ലേ? പി എന്ന് പറയുന്നത് x1 y1 ആണ്, ക്യൂ എന്ന് പറയുന്നത് x2 y2 ആണ്, അല്ലേ? ഇപ്പം എന്ത് ചെയ്യണം? ജസ്റ്റ് ഇവർ തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. അതേപോലെ ഇവർ തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക, അല്ലേ? ഇപ്പോൾ 3 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് മൈനസ് 4 ഹോൾ സ്ക്വയർ. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 9 പ്ലസ് 16 ഈക്വൽസ് റൂട്ട് 25. ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. ഇപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ടു പോയിന്റ്സ് എന്താണ്? നമുക്ക് പ്ലസ് ഓർ മൈനസ് 5 എന്നാണ് കിട്ടിയത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് +5 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് എന്താണ്? ദാറ്റ് ഇസ് 5 യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ പി ക്യൂ എന്ന് പറഞ്ഞ ഈ ലൈൻ സെഗ്മെന്റിനെ ഒരു പോയിന്റ് ആർ ഇന്റേണലി കട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്റേണലി ഡിവൈഡ് ചെയ്യാണ് ഇൻ ദ റേഷ്യോ m:n. അങ്ങനെയാണെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് ആർ എന്തായിരിക്കും? ദാറ്റ് ഇസ് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n കോമ my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഇതാണ് കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് ആർ. മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പി ക്യൂ എന്ന് പറഞ്ഞ ഈ ലൈൻ സെഗ്മെന്റിനെ ഈ ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത് ഇൻ ദ റേഷ്യോ m:n. അങ്ങനെയാണെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n കോമ my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഇതാണ് കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ആർ. ഓക്കെ, ഇത് ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്, ഇന്റേണലി ഇൻ ദ റേഷ്യോ m:n. ഇനി ഇവിടെ നോക്കുക, ഈ പി ക്യൂ എന്ന് പറഞ്ഞ ഈ ലൈൻ സെഗ്മെന്റിനെ ആർ എന്ന് പറഞ്ഞ പോയിന്റ് സെന്ററിലാണ് ഡിവൈഡ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് ഓഫ് ആർ എന്തായിരിക്കും? ഇവിടെ ഈ ആർ എന്ന് പറഞ്ഞ ഈ പോയിന്റ് സെൻട്രലായ കാരണം ഇവിടുത്തെ റേഷ്യോസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലേ? ഇവിടുത്തെ ഈ റേഷ്യോസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ m വിൽ ബി ഈക്വൽ ടു n. അപ്പം നമ്മൾ അതിനെ 1 ആയിട്ട് എടുക്കുകയാണ്. m ആൻഡ് n 1 ആയിട്ട് എടുക്കുകയാണ്. ഇവിടുത്തെ റേഷ്യോസ് സെയിം ആണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് ഓഫ് ആർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ സെക്ഷൻ ഫോർമുലയിൽ ഇവിടെ നമ്മൾ സെക്ഷൻ ഫോർമുല വെച്ചിട്ട് കോർഡിനേറ്റ് ഓഫ് ആർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എമ്മിൻ്റെയും എന്നിൻ്റെയും ഭാഗത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടുത്തെ കോർഡിനേറ്റ് ഓഫ് ആർ എന്തായിരിക്കും? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് 1 ഇൻ ദ പ്ലേസ് ഓഫ് m ആൻഡ് n. ഇപ്പം എന്ത് കിട്ടും? x2 പ്ലസ് x1 ബൈ
1 plus 1 that is 2, comma y2 plus y1 by 1 plus 1 that is 2. y2 plus y1 by 1 plus 1 that is 2. ഒരു ലൈൻ സെഗ്മെന്റിന്റെ n പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് p ആൻഡ് q. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? x1 plus x2 by 2, comma y1 plus y2 by 2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ് ഓഫ് ദാറ്റ് ലൈൻ സെഗ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ഒന്നും കൂടിയും ഓർത്തെടുക്കുക. ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ. ഒരു ട്രയാങ്കിളിന്റെ 3 വേർട്ടിസസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഓർത്തെടുക്കാം നമുക്ക്. ദാറ്റ് ഇസ് 1/2 ഇൻറ്റു absolute value of x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഒരു ട്രയാങ്കിളിന്റെ 3 വേർട്ടെക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? 1/2 ഇൻറ്റു absolute value of x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ഏരിയ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 0 കിട്ടിയെന്ന് വിചാരിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 0 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഏരിയ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഇങ്ങനെ ഇവിടെ ഏരിയ ഇല്ല, ഏരിയ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റ്സും, ഈ x1 y1 x2 y2 ആൻഡ് x3 y3, ഈ 3 പോയിന്റ്സും ഒരു ലൈനിലാണ് ലൈ ചെയ്യണത്. അപ്പം ഇതിനെ നമ്മൾ കൊലീനിയർ എന്ന് പറയും. കൊലീനിയർ. ഓക്കെ, ഈ 3 പോയിന്റ്സും എന്താണ്? കൊലീനിയർ ആണ്. ഓക്കെ, ഇഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ 0, ദിസ് ഇംപ്ലൈസ് ദ പോയിന്റ് എ ബി ആൻഡ് സി ലൈ ഓൺ എ ലൈൻ, ദറ്റ് ഇസ് ദേ ആർ കൊലീനിയർ. അപ്പം ഇത്ര വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് 10-ലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊന്ന് റിവൈസ് ചെയ്തു എന്നുള്ളൂ. അപ്പം ഇത്ര കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്തു. ഡിസ്റ്റൻസ് ഫോർമുല, ഒരു കോർഡിനേറ്റ് പ്ലെയിനിലത്തെ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ പഠിച്ചു. ദറ്റ് ഇസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മൾ പഠിച്ചു സെക്ഷൻ ഫോർമുല. ഈ ലൈൻ സെഗ്മെന്റിനെ ഒരു പോയിന്റ് r m/n റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് r-ന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? അത് നമ്മൾ നോക്കിയതാണ്. ദറ്റ് ഇസ് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n, കോമ my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. ഇന്റേർണലി ആണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്, അത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ മിഡ് പോയിന്റ് കാണാൻ പഠിച്ചു. ഈ ആർ എന്ന് പറഞ്ഞ ഈ പോയിന്റ് കറക്റ്റ് സെന്ററിൽ വെച്ചിട്ടാണ് ഈ ലൈൻ സെഗ്മെന്റിനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എന്ത് ചെയ്താൽ മതി? ഈ എമ്മും എന്നും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? x2 പ്ലസ് x1 ബൈ 2, കോമ y2 പ്ലസ് y1 ബൈ 2 എന്ന് കിട്ടും. ഇതാണ് മിഡ് പോയിന്റ്. പിന്നെ നമ്മൾ ഇപ്പോൾ തന്നെ നോക്കിയതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടിസസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ നമുക്ക് കാണാനായിട്ട് അറിയാം. അതിന് നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇനി നിങ്ങൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 0 കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 3 പോയിന്റ്സും ഒരു ലൈനിലാണ് ലൈ ചെയ്യണത്. അപ്പം ഇത്ര വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഇസ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഇപ്പോൾ ഒരു കോർഡിനേറ്റ് പ്ലെയിൻ ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇപ്പോൾ ഒരു ലൈൻ എൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. സ്ലോപ്പ് പറയണേക്കാട്ടും മുമ്പ് നിങ്ങൾ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ എന്താണെന്ന് അറിയണം. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ എക്സ് ആക്സിസും ഇതെന്താണ്? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ്, അല്ലേ? ഇവിടുത്തെ നമ്പേഴ്സൊക്കെ 1, 2, 3 അങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സാണ് ഇവിടെ ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസും ഈ ലൈൻ എല്ലും കൂടിയിട്ട് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻക്ലിനേഷൻ ഓഫ് ദിസ് ലൈൻ എൽ എന്ന് പറയാം. ആൻഡ് ഈ ആംഗിൾ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ഈ ആംഗിൾ മെഷർ ചെയ്യുക.
ഇവിടെ 0 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി, അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആംഗിളിനെ മെഷർ ചെയ്യുക. ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും, ഇവിടെ തീറ്റ ആണെങ്കിൽ ഇത്ര ഭാഗം ഇവിടെ എന്തായിരിക്കും, ദറ്റ് വിൽ ബി 180 മൈനസ് തീറ്റ, 180 ഡിഗ്രി മൈനസ് തീറ്റ അല്ലെ. നിങ്ങൾക്കൊക്കെ അറിയണതാണ്, ഒരു ലൈൻ കോർഡിനേറ്റ് പ്ലെയിൻ ആയിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിന്റെ ടോട്ടൽ 180 ഡിഗ്രിയാണ്, മൊത്തം 180 ഡിഗ്രിയാണ്. ഇത്ര ഭാഗം തീറ്റ ആണെങ്കിൽ ഇത്ര ഭാഗം എന്തായിരിക്കും, ദറ്റ് വിൽ ബി 180 മൈനസ് ദിസ് തീറ്റ അല്ലെ. ഈ തീറ്റനെ മൈനസ് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ആംഗിൾ കിട്ടും, ദറ്റ് ഇസ് 180 ഡിഗ്രി മൈനസ് തീറ്റ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ തീറ്റ എന്ന് പറഞ്ഞ ഈ ആംഗിൾ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 180 ഡിഗ്രി. ഇനിയിപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ടാണ് വരച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ എന്തായിരിക്കും, ഇവിടെ നോക്കിയേ ഒരു ആംഗിളും ഫോം ചെയ്യണില്ല. ഇവിടുത്തെ തീറ്റ എന്തായിരിക്കും, ദറ്റ് വിൽ ബി 0 ഡിഗ്രി. മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ലൈനും ഈ എക്സ് ആക്സിസ് ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ആംഗിൾ ഫോം ചെയ്യണത്. ഇവിടെ നോക്കാന്ന് വെച്ചാൽ ഈ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിട്ട് മീറ്റ് ചെയ്യണില്ല. ഇവിടുത്തെ ഇൻക്ലിനേഷൻ ഓഫ് ദിസ് ലൈൻ എന്താണ്, ദറ്റ് ഇസ് 0 ഡിഗ്രി. ഇനിയിപ്പോ ഈ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈൻ ഉള്ളതെന്ന് വിചാരിക്കുക. ഈ ലൈനും എക്സ് ആക്സിസ് ആയിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും, ദറ്റ് വിൽ ബി 90 ഡിഗ്രി. ഇപ്പൊ പാരലൽ ആണെന്നുണ്ടെങ്കിൽ 0 ഡിഗ്രി ആണ്, പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും ഇൻക്ലിനേഷൻ. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ലൈനിന്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, അതായത് തീറ്റ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ടാൻ തീറ്റ കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇൻക്ലിനേഷൻ 60 ഡിഗ്രി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും, ദറ്റ് ഇസ് എം ഈക്വൽസ് ടാൻ ഈ തീറ്റയുടെ ഭാഗത്ത് 60 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണതാണ് ടാൻ 60 ഡിഗ്രി ഇസ് √3. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ എൽ എന്താണ്, ദറ്റ് ഇസ് √3. ഇപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ 30 ഡിഗ്രിയെ തന്നെച്ചാൽ സ്ലോപ്പ് എന്തായിരിക്കും, എന്ത് ചെയ്താൽ മതി, എം ഈക്വൽസ് ടാൻ 30 ഡിഗ്രി കാണാം. ടാൻ 30 ഡിഗ്രി ഇസ് 1/√3. ഇതാണ് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇൻക്ലിനേഷൻ തീറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി, ടാൻ തീറ്റ കമ്പ്യൂട്ട് ചെയ്താൽ മതി. ആൻഡ് ഈ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവാൻ പാടില്ല. 90 ഡിഗ്രി ആയാൽ എന്ത് സംഭവിക്കും, ടാൻ 90 ഡിഗ്രി എന്താണ്, ഇറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് അല്ലെ. അതുകൊണ്ട് ഇവിടെ തീറ്റ എന്താവാൻ പാടില്ല, 90 ഡിഗ്രി ആവാൻ പാടില്ല. അപ്പോൾ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഇൻക്ലിനേഷൻ ഓഫ് ദിസ് ലൈൻ എൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് കാണാൻ അറിയാം അല്ലേ. ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അപ്പോൾ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ആംഗിൾ തന്നിട്ടില്ല എന്ന് വിചാരിക്കാം, പക്ഷേ ആ ലൈനിലുള്ള രണ്ട് പോയിന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പി ആൻഡ് ക്യൂ. കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് x1 y1 ആൻഡ് കോർഡിനേറ്റ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് x2 y2. ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഈ ആംഗിൾ തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ ജസ്റ്റ് ഇത് ചെയ്താൽ മതി, എം ഈക്വൽസ് y2 മൈനസ് y1 y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 x2 മൈനസ് x1. ഇത് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ എൽ കിട്ടും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 3 - 2 ആൻഡ് -1 4. ഇവിടെ നമുക്ക് ആംഗിൾ തന്നിട്ടില്ല അല്ലേ, പക്ഷേ ഈ ലൈനിലുള്ള രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, പി ആൻഡ് ക്യൂ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സാമിനൊന്നും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, കുറച്ച് ട്വിസ്റ്റ് ആയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം ഏത് ഫോമിലാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ടത്. സത്യം പറഞ്ഞ് ഈ കോൺസെപ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നല്ല, നല്ല ഈസിയാണ്. പക്ഷെ നിങ്ങളാണത് മനസ്സിലാക്കി എടുക്കേണ്ടത്, ഏതൊക്കെ ഫോമുല എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അതെങ്ങനെ മനസ്സിലാവുക, ഈ ഫോമുലാസ് ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുക അത് നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. അതിന് ശേഷം കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം.
ഇവിടുത്തെ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ പി എന്ന് പറയുന്നതാണ് x1 y1, ക്യൂ എന്ന് പറയുന്നതാണ് x2 y2. അപ്പോൾ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y2 മൈനസ് y1 ദറ്റ് ഇസ് 4 മൈനസ് മൈനസ് 2, 4 മൈനസ് മൈനസ് 2 ബൈ x2 മൈനസ് x1 ദറ്റ് ഇസ് മൈനസ് 1 മൈനസ് 3, മൈനസ് 1 മൈനസ് 3, 4 പ്ലസ് 2 ബൈ മൈനസ് 4 ദറ്റ് ഇസ് 6 ബൈ മൈനസ് 4 ദറ്റ് ഇസ് മൈനസ് 3 ബൈ 2. ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ L. ഇപ്പോൾ ഒരു ലൈനിലുള്ള രണ്ട് പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെച്ചാൽ നിങ്ങൾക്ക് സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ L തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ടാൻ തീറ്റ ഒന്ന് കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സ്ലോപ്പ് കിട്ടും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് റിലേഷൻസ് ആണ് പറയാൻ പോണത്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. ഇപ്പം ഇവിടെ നോക്കാന്ന് വെച്ചാൽ L1 ഇസ് പാരലൽ ടു L2. L1 ആൻഡ് L2 എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് L1 വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് L2. ഓക്കെ, ഇപ്പോൾ പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇനി നമുക്ക് പെർപെൻഡിക്കുലറിൻ്റെ കേസ് നോക്കാം. ഇഫ് ടു ലൈൻസ് L1 and L2 are perpendicular, then സ്ലോപ്പിൻ്റെ റിലേഷൻ ഇങ്ങനെയാണ്. സ്ലോപ്പ് ഓഫ് L1 is equal to negative reciprocal of slope of L2. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഇതാണ് L1 എന്ന് പറഞ്ഞ ലൈൻ, ഇതാണ് L2 എന്ന് പറഞ്ഞ ലൈൻ എന്ന് വിചാരിക്കാം. ഇവർ രണ്ടുപേരും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ ഫോം ചെയ്യണ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവരിൻ്റെ സ്ലോപ്പിൻ്റെ റിലേഷൻ എന്താണ്? സ്ലോപ്പ് ഓഫ് L1 ഇസ് മൈനസ് റെസിപ്രോക്കൽ ഓഫ് സ്ലോപ്പ് ഓഫ് L2. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. m1 ഇൻറ്റു m2 ഈക്വൽസ് -1. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പം രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആണ്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ m1 ഇൻറ്റു m2 ഈക്വൽസ് -1. ഈ രണ്ട് റിലേഷൻസും പഠിച്ചു വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ലൈൻ ത്രൂ ദ പോയിന്റ്സ് -2, 6 ആൻഡ് 4, 8 is perpendicular to the line through the points 8, 12 and x24. Find the value of x. അപ്പോൾ നമ്മൾ ഈ x ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കിവിടെ തന്നിട്ടുണ്ട് ലൈൻസ് ത്രൂ ദ പോയിന്റ് -2, 6. ഇതാണ് -2, 6 എന്ന് വിചാരിക്കുക. ആൻഡ് 4, 8. ഇതാണ് 4, 8 എന്ന് വിചാരിക്കുക. ഈ രണ്ട് പോയിന്റ്സിൽ കൂടെ കടന്നു പോണ ഈ ലൈൻ L1 is perpendicular to the line which passes through the point 8, 12 and x24. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 8, 12 എന്ന് വിചാരിക്കുക. 8, 12 ആൻഡ് x24 എന്ന് പറയണത് സംവെയർ ഹിയർ ആണെന്ന് വിചാരിക്കുക. x24. അപ്പോൾ ഈ ലൈൻ നമ്പർ 1 is perpendicular to the line number 2 which passes through the point 8, 12 and x24. We should find the value of x. ഈ x ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് L1 is perpendicular to L2. L1 is perpendicular to L2. We should find the value of x. ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ L1 L2നോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം സ്ലോപ്പ് ഓഫ് L1 ഇൻറ്റു സ്ലോപ്പ് ഓഫ് L2 ഈക്വൽസ് -1. ഇത് നമ്മൾ മുമ്പ് പഠിച്ച റിസൾട്ടാണ്. ഈ റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. നല്ല ഈസിയാണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് L1 കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് L1 ദാറ്റ് ഇസ് m1. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്ക് അറിയണതാണ്, ഒരു ലൈനിലത്തെ രണ്ട് കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്ലോപ്പ് എങ്ങനെ കാണാം? m ഈക്വൽസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ x1 y1, ഇതാണ് നമ്മുടെ x2 y2. അപ്പോൾ y2 മൈനസ് y1 ദാറ്റ് ഇസ് 8 മൈനസ് 6 ബൈ x2 മൈനസ് x1 ദാറ്റ് ഇസ് 4 മൈനസ് -2. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2/6 ദാറ്റ് ഇസ് 1/3 ആണ് കിട്ടുക. അപ്പോൾ സ്ലോപ്പ് ഓഫ് L1 നിങ്ങൾക്ക് കിട്ടി 1/3. ഇനി നിങ്ങൾ സ്ലോപ്പ് ഓഫ് L2 കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് L2 ദാറ്റ് ഇസ് m2.
m2 എന്താണ്? അപ്പം ഇതിൽ നിന്ന് m2 എങ്ങനെ കിട്ടും? m2 ഈക്വൽസ് y2. y2 is 24 minus y1 that is 12 by x2. x2 is x minus x1 is 8. അപ്പോൾ 24 minus 12 എന്താണ്? that is 12 by x minus 8. x minus 8. ഇനി ജസ്റ്റ് ഇതിൽ നിങ്ങൾ m1 and m2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഓഫ് x കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ m2 കിട്ടും. നോക്കിയേ, m1 ഇൻറ്റു m2 ഈക്വൽസ് -1 ആണല്ലോ. m1 നമുക്ക് കിട്ടി 1/3 ഇൻറ്റു m2നെ നമ്മൾ m2 ആയിട്ട് തന്നെ എഴുതുക, ദറ്റ് ഇസ് -1. ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടും? m2 എന്ത് കിട്ടും ഇതിൽ നിന്ന്? -1 ഇൻറ്റു 3. ഈ 1/3 ഇങ്ങോട്ട് പോകുമ്പോൾ 3 ആയി മാറും. അപ്പം ഇതിൽ നിന്ന് m2 എന്ത് കിട്ടി? നമുക്ക് -3 ആണ് കിട്ടിയത്. അപ്പം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ m2ൻ്റെ ഭാഗത്ത് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഞാൻ m2ൻ്റെ ഭാഗത്ത് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. ദിസ് ഇംപ്ലൈസ് -3 ഇൻറ്റു x - 8 ഈക്വൽസ് 12. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ -3x plus 24 equals 12. This implies -3x equals 12 minus 24. So this implies -3x equals -12. ഇവിടെ നമുക്ക് മൈനസ് ക്യാൻസൽ ചെയ്യാം. So this implies x equals 12/3 that is equal to 4. വാല്യൂ ഓഫ് x നമുക്ക് കിട്ടി, that is 4. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ആണ്. ഇപ്പോൾ 2 ലൈൻസ് ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് എന്താ? അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ <90°. ആംഗിൾസ് <90° ആണ് അക്യൂട്ട് ആംഗിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാവും. പിന്നെ ഈ വലിയ ആംഗിൾ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 90°. അപ്പോൾ ഇയാളിനെ ഞാൻ ഫൈ എന്ന് വിളിക്കുകയാണ്. ഒബ്റ്റ്യൂസ് ആംഗിളിനെ ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 180° മൈനസ് തീറ്റ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫൈ കിട്ടും. അപ്പോൾ ഈ അക്യൂട്ട് ആംഗിൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. ദ അക്യൂട്ട് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദ ലൈൻസ് L1 and L2 വിത്ത് സ്ലോപ്സ് M1 and M2 respectively is given by tan theta equals absolute value of M2 minus M1 by 1 plus M2 into M1, where ഈ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. where 1 plus M2 into M1 is not equal to 0. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് ആയി മാറും അല്ലേ? അതുകൊണ്ട് ഈ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്യൂട്ട് ആംഗിൾ കിട്ടും. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 180° മൈനസ് ദിസ് അക്യൂട്ട് ആംഗിൾ. ഫൈ എന്ന് പറയുന്നത് എന്താ? 180° മൈനസ് അക്യൂട്ട് ആംഗിൾ തീറ്റ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടും. ഈ ആംഗിൾ നിങ്ങൾക്ക് കിട്ടും. ഇത് നന്നായി പഠിച്ചു വെക്കുക. ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് വരിക ഇങ്ങനെ ഫൈൻഡ് അക്യൂട്ട് ആംഗിൾ, ഫൈൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതെവിടെ യൂസ് ആവണമെന്നപ്പോൾ മനസ്സിലാവും. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഇസ് π/4 ആൻഡ് സ്ലോപ്പ് ഓഫ് 1 ലൈൻ ഇസ് 1/2, ഫൈൻഡ് സ്ലോപ്പ് ഓഫ് അതർ ലൈൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് π/4. അപ്പോൾ ഞാൻ 2 ലൈൻസ് വരയ്ക്കുകയാണ്. ഇത് L1, ഇത് L2. ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് π/4. ആൻഡ് ഒരു ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 1/2. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ലൈൻ നമ്പർ 1ൻ്റെ സ്ലോപ്പാണ് തന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലൈൻ നമ്പർ 2ൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ എന്ത് ടൈപ്പ് ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഈ π/4 എന്ന് പറയുന്നത് 45° ആണ് അല്ലേ? അപ്പോൾ 45° എന്ന് പറയുന്നത് <90° ആണ്. വിച്ച് മീൻസ് ദിസ് ഇസ് ആൻ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് തീറ്റയാണ്. തീറ്റ ഈക്വൽസ് π/4. ഇവിടെ നമുക്ക് M1 അറിയാം. M1 ഇസ് 1/2 ആൻഡ് തീറ്റ നമുക്കറിയാം π/4.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് m2 ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് m2 കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ തീറ്റേൻ്റെ ഭാഗത്ത് π/4 ദാറ്റ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് m2ൻ്റെ ഭാഗത്ത് m2 തന്നെ മൈനസ് m1ൻ്റെ ഭാഗത്ത് 1/2 ബൈ 1 പ്ലസ് m2 ഇൻറ്റു എന്താണ് m1 ഇസ് 1/2. അപ്പോൾ നമുക്കറിയാം tan π/4 എന്താണ്, tan 45 ഡിഗ്രി ഈസ് 1. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് 1 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് m2 കിട്ടും. അപ്പോൾ ഈ സ്ലോപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ അത് പോസിറ്റീവ് ആവും, ചിലപ്പോൾ നെഗറ്റീവ് ആവും. അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അബ്സല്യൂട്ട് വാല്യൂ മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് ഓർ മൈനസ് എഴുതണം. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ m2 എന്ന് പറയുന്നത്, ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആവും, ചിലപ്പോൾ നെഗറ്റീവ് ആവും. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ അബ്സല്യൂട്ട് വാല്യൂ നിങ്ങൾ മാറ്റുമ്പോൾ ഇവിടെ നിങ്ങൾ പ്ലസ് ഓർ മൈനസ് സിമ്പിൾ ഇടണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് 1 എടുത്ത് നോക്കാം. അപ്പോൾ 1 ഈക്വൽസ് m2 മൈനസ് 1/2 ബൈ 1 പ്ലസ് m2/2. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് m2/2 ഈക്വൽസ് m2 മൈനസ് 1/2. ഇനി ലൈറ്റ് ടേംസിനെ ഒരു ഭാഗത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഇംപ്ലൈസ് 1 പ്ലസ് m2/2 മൈനസ് m2 ഈക്വൽസ് മൈനസ് 1/2. ഇനി 1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ദിസ് ഇംപ്ലൈസ് m2/2 മൈനസ് m2 ഈക്വൽസ് മൈനസ് 1/2 മൈനസ് 1. ഈ പ്ലസ് 1 ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് 1 ആയി. ഇനി ജസ്റ്റ് ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? m2 മൈനസ് 2m2/2 ഈക്വൽസ് മൈനസ് 1 മൈനസ് 2/2. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയി പോവും. ഇവിടെ m2 മൈനസ് 2m2 ഇസ് മൈനസ് m2 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് 2 ദാറ്റ് ഇസ് മൈനസ് 3. അപ്പോൾ മൈനസ് ക്യാൻസൽ ചെയ്യുക. നമുക്ക് m2 എന്ത് കിട്ടും? ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി, m2 ഈക്വൽസ് 3. ഇനി നമുക്ക് നെഗറ്റീവ് 1 എടുത്ത് നോക്കാം. ഇവിടെ നെഗറ്റീവ് 1 എടുത്ത് നോക്കാം. സെയിം ഇപ്പം ചെയ്ത പോലെ തന്നെ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 1 പ്ലസ് m2/2 ഈക്വൽസ് m2 മൈനസ് 1/2. ഇവിടെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മൈനസ് 1 മൈനസ് m2/2 ഈക്വൽസ് m2 മൈനസ് 1/2. ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ ലൈറ്റ് ടേംസിനെ ഒരു ഭാഗത്തേക്ക് ആക്കുക. ഇവിടെ മൈനസ് m2/2, ഈ m2നെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് മൈനസ് m2 ആവും. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2. ഈ മൈനസ് 1നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് 1 ആയി മാറും. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ മൈനസ് m2 മൈനസ് 2m2/2 ഈക്വൽസ് മൈനസ് 1/2 പ്ലസ് 1 ഇസ് 1/2. ഇവിടെ 2's ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് m2 മൈനസ് 2m2 ഈക്വൽസ് 1. ഇതെന്താണ്? മൈനസ് m2 മൈനസ് 2m2 ഇസ് മൈനസ് 3m2 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ നിന്ന് m2 എന്ത് കിട്ടും? m2 ഈക്വൽസ് മൈനസ് 1/3. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് 1 എടുത്തപ്പോൾ m2 എന്താ കിട്ടിയത്? m2 ഈക്വൽസ് മൈനസ് 1/3 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് m2ന് 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. m2 വേണമെങ്കിൽ 3 ആവാം, അല്ലെങ്കിൽ മൈനസ് 1/3 ആവാം. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് അനദർ ലൈൻ കിട്ടി. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോണത് ഈ സെക്ഷനിലത്തെ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ്, കൊലീനിയാരിറ്റി ഓഫ് 3 പോയിന്റ്സ്. അപ്പോൾ നമുക്കറിയണതാണ് 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അവരുടെ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ കോൺസെപ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇപ്പം നമ്മൾ പറയാൻ പോണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 ലൈൻസ് തന്നിട്ടുണ്ട്, L1 ആൻഡ് L2. ഇത് 2 പേരുടെയും സ്ലോപ്പ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. m1 ഇസ് ഈക്വൽ ടു m2. പിന്നെ ഈ 2 ലൈൻസും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ബോത്ത് ലൈൻ പാസസ് ത്രൂ എ പോയിന്റ്. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? 2 ലൈൻസിന്റെ സ്ലോപ്പ് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഈ 2 ലൈൻസ് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നും തന്നിട്ടുണ്ട്. നമുക്കറിയണതാണ് സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 2 ലൈൻസും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും അല്ലേ? അപ്പം അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ്
L1 ആൻഡ് L2. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ രണ്ട് ലൈൻസും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ രണ്ട് ലൈൻസും കോയിൻസൈഡ് ചെയ്യും. ഈ L1ന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആയിരിക്കും L2 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ട് ലൈൻസിന്റെ സ്ലോപ്പ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ രണ്ട് ലൈൻസും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇവർ രണ്ട് പേരും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ L1ന്റെ മുകളിൽ കൂടെ തന്നെയായിരിക്കും L2 എന്ന് പറഞ്ഞ ലൈനും പാസ് ചെയ്യുന്നുണ്ടാവുക. അല്ലാണ്ട് അത് ഇങ്ങനെയൊന്നും വരില്ല. എന്താ കാരണം? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സ്ലോപ്പ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് വിൽ ബി പാരലൽ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസും ഈ L1ഉം L2ഉം എന്താവില്ല? പാരലൽ ആവില്ല. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ട് ലൈൻസിന്റെ സ്ലോപ്പും ഈക്വൽ ആണ് ആൻഡ് രണ്ട് പേരും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ലൈൻസും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ടു ലൈൻസ് വിൽ കോ ഇൻസൈഡ്. രണ്ട് പേരും എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു ലൈനാണ് നമുക്ക് കിട്ടുക. അപ്പം ഇതിലത്തെ 3 പോയിന്റ്സ് എടുക്കുകയാണ്. ഇതാണ് A, ഇതാണ് B, ഇതാണ് C. ഇവിടെ നോക്കാന്ന് വെച്ചാൽ ഈ 3 പോയിന്റ്സും എന്താണ്? കൊലീനിയർ പോയിന്റ്സ് ആണ്. ഇവർ 3 പേരും ഒരു ലൈനിലാണ് ലൈ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. സ്ലോപ്പ് ഓഫ് ബി സി വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ സി. സ്ലോപ്പ് ഓഫ് എ സി അറിഞ്ഞിരിക്കുക. കൊലീനിയർ പോയിന്റ്സിന്റെ കേസിൽ സ്ലോപ്പിന്റെ റിലേഷൻ എന്താണ്? സ്ലോപ്പ് ഓഫ് എ ബി, ഈ എ ബി എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെന്റിന്റെ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ സി. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വേഗം തന്നെ കാണാം. താങ്ക്